നമസ്കാരം. എൻ്റെ പേര് ഷിജു മാത്യു. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞങ്ങളുടെ കമ്പനിയുടെ പേര് കിസാൻ ബയോഗ്യാസ് ആൻഡ് സോളാർ പവർ സിസ്റ്റം എന്നാണ്. ഞാൻ അതിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ഞങ്ങൾ ഏകദേശം ഒരു 27 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നു. ഞാൻ ഫേസ്ബുക്കിൽ കൂടെയാണ് ഇദ്ദേഹത്തെയും ഇവരുടെ കമ്പനിയെയും പരിചയപ്പെടുന്നത്. ഫോക്സ്ഡെയിലിനെ കുറിച്ച് മനസ്സിലാക്കാനും അപ്പം ഒരുപാട് കമ്പനികളുമായിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയും അതുപോലെ ടൂർ പാക്കേജിൻ്റെ കാര്യങ്ങളെ പോലെ പറയുകയും ഈ ക്യാൻറ്റൺ ഫെയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അവരുടെ സംസാരത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അതുപോലെ പത്മനാഭ സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സംസാരത്തിൽ തന്നെ ഇതൊരു ബിസിനസ് അല്ല എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ്. കാരണം ഞാനും ബിസിനസ്സുകാരനായതുകൊണ്ട് നമ്മൾ ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് എനിക്ക് ഒരു ബിസിനസ്സുകാരൻ എന്നൊരു ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഫോർവേഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം അവരുടെ ഓഫീസിലെ സ്റ്റാഫുകൾ എന്നെ കോൺടാക്ട് ചെയ്യുകയും അവർ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു. എനിക്ക് ആ ഒരു ഭാഗമൊക്കെ വളരെ ക്ലിയറായിട്ട് തോന്നി. പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും എനിക്കത് മനസ്സിലായി. എന്നോട് തന്നെ പറഞ്ഞു, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുവാണെങ്കിൽ അതിനുള്ള ഗൈഡൻസ് തരാം, അതിനുവേണ്ടി വേറൊരാളെ ഏർപ്പാടാക്കി തന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചൈനയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും ചൈനയിൽ നിന്ന് നിർമ്മിച്ച് വരുന്ന പ്രൊഡക്റ്റുകളാണ്. നമുക്കത് പല ഏജൻറ്റുമാർ മറിഞ്ഞാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ടും ആ ഒരു എക്സ്പെൻസും ഒക്കെ നമുക്ക് കൂടുതൽ വരുന്നുമുണ്ട് ഓരോ പ്രൊഡക്റ്റുകൾക്ക്. എന്നാൽ പിന്നെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ചൈനയിലൊന്ന് പോകണം, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഞാൻ ഫോക്സ്ഡെയിലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കതിന് ക്ലാരിറ്റി കിട്ടി. ഇത് മിക്കവാറും നമുക്ക് അതിനുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഒത്ത വിധം നമുക്ക് പോകാൻ പറ്റും. പോയി കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ എയിം അനുസരിച്ച് നമുക്ക് ഫുൾഫിൽ ചെയ്ത് വരാൻ പറ്റുന്നൊരു ചിന്ത തോന്നിയുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ച കാര്യത്തിൽ ഒരു 99% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ടൂർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്നതിലുപരി ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് നമ്മളോട് ഇടപെടുകയും അതുപോലെ ഓരോരോ കാര്യങ്ങളും ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും, മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ചെയ്യും. കാരണം അതൊക്കെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അതിനോട് യോജിക്കുകയും കൂട്ടത്തിൽ വരികയും ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ 1-2 കാര്യങ്ങൾ എനിക്ക് ഫോക്കസ് ചെയ്യാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഞാൻ ഫോക്കസ് ചെയ്തു. ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നാളെ രാവിലെ പോവുകയാണ്. പക്ഷേ ഇന്നാണ് എനിക്കതിൻ്റെ ഞാൻ വന്നതിൻ്റെ ഒരു 100% എൻ്റെ ചിന്തയ്ക്കനുസരിച്ചുള്ള ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാനും അവരുമായിട്ടൊരു നല്ല ടൈപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എൻ്റെ കൂട്ടത്തിൽ താമസിക്കുന്ന ഞങ്ങൾ നല്ല താമസമൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള താമസങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പൈസയ്ക്ക് ഇതൊക്കെ ഇവർക്ക് എങ്ങനെ മുതലാകുമെന്ന് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ മാർക്കറ്റുകളിൽ പോകാനാണെങ്കിലും അതുപോലെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വരുംവരായികളും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പ്രൈസും ഒക്കെ നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുമുണ്ട്. എന്നാലും വളരെ ഹാപ്പിയാണ്. ഫോക്സ്ഡെയിലിൻ്റെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇനിയും മുന്നോട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും മുന്നോട്ട് ഞങ്ങളുടെ യാത്രകളിലൊക്കെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ യാത്രയൊക്കെ ഇനിയും ഫോക്സ്ഡെയിലിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അതുപോലെ മറ്റ് ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം അതിനെല്ലാവർക്കും ടീമുകളുണ്ട്, അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ നോളജ് തരാനുള്ള ആൾക്കാർ അവർക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു.